ഇപ്പോൾ ദേവിക ഒരു പെർഫ്യൂം അടിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഇസ്ലാം പെർഫ്യൂം അടിക്കുന്ന സ്ത്രീകളെ കണക്കാക്കുന്നത് വേശ്യകളായിട്ടാണ്. പോട്ടെ, നിങ്ങൾ ദേവിക എന്ന് പറയുമ്പോൾ ഇസ്ലാം മത വിശ്വാസി പോലുമല്ല. അങ്ങനെ ഇസ്ലാം മത വിശ്വാസിയല്ലാത്ത ആളെ പോലും വിശേഷിപ്പിക്കുന്നത് വ്യഭിചാരിണി എന്ന ഒരു പദപ്രയോഗം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ദേവിക എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ കലിമ ചൊല്ലാത്ത കാലത്തോളം, നിങ്ങൾ ഇതുപോലെ ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ചിട്ടുള്ള ഹിജാബ് ഇടാത്ത കാലത്തോളം നിങ്ങൾ മറ്റൊരു വ്യഭിചാരിണി മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാനിതൊക്കെ പച്ചയ്ക്ക് പറയും. ഇത് വയലൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന മറ്റു മതങ്ങളെക്കുറിച്ച്, നിങ്ങൾ പറയുന്ന ഹിന്ദു മത വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എഴുന്നള്ളിക്കുന്ന കാര്യത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്കൊന്നും വരില്ല എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഇത്രയെങ്കിലും പറയണം. എന്തിനാണ് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അയ്യോ പൊള്ളും നോവും എന്നൊരു പേടി നിങ്ങൾക്ക്? കാരണം അതിനേക്കാൾ ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല. 2, ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം തന്നെയാണ്. അതിന് നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുള്ള തെളിവുകളാണ് മസാമീനി